ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആരോപണ പ്രത്യാരോപണങ്ങളിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമായേക്കും. സഭയ്ക്ക് പുറത്ത് KPCC നേതൃത്വത്തിലും ഇന്ന് പ്രതിഷേധം. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പും ആയുധമാക്കാൻ പ്രതിപക്ഷം. നയപ്രഖ്യാപനത്തിൽ നന്ദി പ്രമേയ ചർച്ച തുടരും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നിർണായക മൊഴിപ്പകർപ്പുകൾ ഇന്ന് EDയുടെ കയ്യിലേക്ക്. പോറ്റിയും പത്മകുമാറും അടക്കമുള്ള പ്രതികളുടെ മൊഴിയിലെ വിവരങ്ങൾ SIT കൈമാറും. സാമ്പത്തിക ഇടപാടുകൾ പരാമർശിക്കുന്ന മൊഴികളിൽ വിശദ പരിശോധനയ്ക്ക് ED. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കോൺഗ്രസ്. KPCC തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ഇന്ന് തുടക്കം. മുതിർന്ന നേതാക്കളുടെ യോഗത്തിന് ശേഷം DCC ഭാരവാഹികളുമായും ചർച്ച. തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുക ലക്ഷ്യം. KPCC നൽകുന്ന പട്ടിക ഹൈക്കമാൻഡിന് കൈമാറുക. സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിച്ച ശേഷം. കോഴിക്കോട് ദീപക് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ഷിംജീതിയുടെ ജാമ്യാപേക്ഷ വിധി ഇന്ന്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട കേസിൽ വിധി പറയുന്നത് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി. ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് പോലീസ് റിപ്പോർട്ട്. ലൈംഗികാതിക്രമം നടന്നെന്ന വാദം ആവർത്തിച്ച് പ്രതിഭാഗം. വിജയ് ചിത്രം ജനനായകന് ഇന്ന് നിർണായക ദിനം. സെൻസർ ബോർഡുമായുള്ള നിയമ പോരാട്ടത്തിൽ മദ്രാസ് ഹൈക്കോടതി വിധി ഇന്ന്. പരിഗണിക്കുന്നത് പ്രദർശനാനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സെൻസർ ബോർഡ് നൽകിയ അപ്പീൽ. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് MM ശ്രീവാസ്തവ അധ്യക്ഷനായ ബെഞ്ച്. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സൂചനാ പണിമുടക്ക് ഇന്ന്. OP സേവനം ബഹിഷ്കരിക്കും. ശമ്പള വർധന കുടിശ്ശികയിൽ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരെ അവഗണിക്കുന്നതിൽ പ്രതിഷേധം. ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ അടുത്ത മാസം 2 മുതൽ അനിശ്ചിതകാലത്തേക്ക് OP ബഹിഷ്കരിക്കുമെന്ന് മുന്നറിയിപ്പ്. ബാങ്ക് ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്ക് ഇന്ന്. പ്രവൃത്തി ദിനങ്ങൾ ആഴ്ചയിൽ 5 ദിവസമാക്കണമെന്ന് ശുപാർശ നടപ്പാക്കണമെന്ന ആവശ്യം. സമരത്തിലേക്ക് കടക്കുന്നത് 2ാം അനുരഞ്ജന ചർച്ചയും പരാജയപ്പെട്ടതോടെ. പണിമുടക്ക് ബാങ്കിംഗ് സേവനങ്ങളെ ബാധിക്കും. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ ഹോം ഗ്രൗണ്ട്. മഞ്ഞക്കടലാകാൻ കോഴിക്കോട് EMS സ്റ്റേഡിയം. ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹോം മത്സരം ഫെബ്രുവരി 22-ന്. T20 പരമ്പരയിൽ ജൈത്രയാത്ര തുടരാൻ ഇന്ത്യ. കിരീടം നേടിയതിന്റെ ആത്മവിശ്വാസത്തിൽ 4ാം മത്സരത്തിന് നാളെ ഇറങ്ങും. വിശാഖപട്ടണത്ത് ടീമുകൾക്ക് പരിശീലനം. ആശ്വാസ ജയമുറപ്പിക്കാൻ ന്യൂസിലാൻഡ്. അണ്ടർ-19 ലോകകപ്പിൽ സൂപ്പർ 6-ലെ ആദ്യ പോരാട്ടത്തിന് ഇന്ത്യ ഇന്നിറങ്ങും. എതിരാളികൾ ആതിഥേയരായ സിംബാബ്വെ. മത്സരം ഉച്ചയ്ക്ക് 1:30 ബുലുവായോയിൽ.